ഇന്നിതെൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിനാണ് കേട്ടോ. ഫ്രണ്ടെന്ന് പറയുന്നത് മലയാളിയല്ല, ഫിലിപ്പിനോ ഫ്രണ്ടാണ്. എൻ്റെ കൂടെ 2 വർഷം വർക്ക് ചെയ്തതാണ് കേട്ടോ. അന്ന എന്നാണ് പേര്. ഇപ്പം വേറെ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് പൊട്ടിപ്പോയി. പിന്നെ തിരിച്ച് വീണ്ടും റൂമിൽ പോയി ഒരു ചെരുപ്പൊക്കെ തപ്പി എടുത്തിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇന്ന് ടാക്സിക്കാണ് പോകുന്നത്. സെൻറ്റ് മേരീസ് പള്ളി അടുത്താണ് കേട്ടോ. അതുകൊണ്ട് ടാക്സിക്ക് പോകാമെന്ന് വെച്ചു. കാരണം ലേറ്റായിപ്പോയി. എസ്തറിന് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ അവളെ ഒരുക്കി എല്ലാം റെഡിയാക്കി, ലഞ്ചെല്ലാം റെഡിയാക്കിയിട്ട് അവളെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ ടാക്സിക്ക് പോകാമെന്ന് വെച്ചു. അടുത്തായതുകൊണ്ട് പെട്ടെന്ന് എത്തും. അഞ്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അഞ്ചു ഓൾറെഡി അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേനെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ 5 വർഷമായി കേട്ടോ. അങ്ങനെ ടാക്സി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി കേട്ടോ, പള്ളിയിലെത്തും. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അഞ്ചു വാഷ്റൂമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അഞ്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പള്ളിക്കകത്തോട്ട് കയറാമെന്ന്. അങ്ങനെ ഫൈനലി ഞാൻ അഞ്ജുവിനെ മീറ്റ് ചെയ്തു. ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനും അഞ്ചും കൂടെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വെഡ്ഡിങ്ങാണ് കേട്ടോ. പിന്നെ അന്ന ഞങ്ങളെ ഇത്ര ഓർത്ത് വിളിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നമ്മുടെ മനസ്സിൽ. കാരണം 5 വർഷമായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഇടയ്ക്കൊരു മെസ്സേജൊക്കെ അയച്ചാലായി, അതും വല്ലപ്പോഴും മാത്രം. എന്നിട്ടും അവിടെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞങ്ങളെ ഓർത്ത് വിളിച്ചപ്പോഴത്തേക്ക് എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് ഓഫ് ചോദിച്ചപ്പം ഞങ്ങളുടെ ഇൻചാർജ് ഞങ്ങൾക്ക് ഓഫും തന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും അന്നയുടെ വെഡ്ഡിങ്ങിന് പോകാനായിട്ട് പറ്റി. ഞാനും അഞ്ചും ആദ്യമായിട്ട് ഒന്നിച്ച് പോകുന്ന ഒരു വെഡ്ഡിങ്ങും അന്നയുടെ വെഡ്ഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്. ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഡെയിലി വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നതല്ലല്ലേ ശരിക്കും പറഞ്ഞാൽ. അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞാൻ ഓർത്ത് അവരെയും കൂടെ ക്ഷണിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം അവരുടെ ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ അവരങ്ങനെ വിളിച്ചത്. അതുകൊണ്ട് എന്തായാലും പോകണം എന്നൊരാഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചർച്ച് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. എന്ന് വെച്ചാൽ കാരണം മെയിൻ ചർച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി പ്രെയർ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതെവിടെയാണ് മാരേജ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ലൈറയും ജോവാനും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ ബ്രൈഡ്സ് മെയ്ഡാണ്. അപ്പോൾ അവരെ വിളിച്ചപ്പോഴാണ് അവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് മാരേജ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ഫിലിപ്പിനോ മാരേജ് അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് വേറെ ചടങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ പഴയ കുറേ സ്റ്റാഫിനെയൊക്കെ കാണാനായിട്ട് പറ്റി. നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് കുറേ പേരും ഫിലിപ്പിനോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ചില കാരണങ്ങളാൽ അവർക്കൊന്നും വരാനായിട്ട് പറ്റിയില്ല. ശരിക്കും ഞാനും അഞ്ചും മാത്രമായിരുന്നു തോന്നുന്നു മലയാളികളായിട്ട് അവിടെ ചെന്നത്. അന്നേനെ പറ്റി പറയുവാണെങ്കിൽ അന്നയെ പറ്റി ആലോചിക്കുമ്പം തന്നെ നല്ല പ്രൗഡാണ് കേട്ടോ. കാരണം കുഞ്ഞിലേ അന്നയുടെ അമ്മയും അപ്പായും മരിച്ചു പോയതാണ്. അവൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ പഠിപ്പിക്കാനും അവരൊരു നല്ല നിലയിലാക്കാനും ഇപ്പോൾ 5 വർഷമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നയെ കണ്ടിട്ട് തന്നെ. ഇപ്പോൾ 5 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നേ ആ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ഫുൾ ജീവിച്ചത് കേട്ടോ. അപ്പയും അമ്മയും ഇല്ലാത്തതുകൊണ്ട് സഹോദരങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവിടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സ്പെഷ്യൽ ഡേയിൽ വീണ്ടും എന്നെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. റിസപ്ഷൻ വേറൊരു ഹോട്ടലിൽ വെച്ചാണ് കേട്ടോ. എത്ര ദൂരം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് റിസപ്ഷനിൽ പോകണം. അത് ഹയാത്ത് ഒരു ഹോട്ടലിൽ വെച്ചാണ്. അഞ്ജുവിൻ്റെ വീടിൻ്റെ അടുത്താന്നൊക്കെ അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. എത്ര ദൂരം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെയും പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒക്കെ ഫോട്ടോ സെക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ മാരേജ് ഇവിടെ ഫിനിഷ് ആയേക്കുവാണേ. അപ്പോൾ അഞ്ജുവിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ. പിന്നെ കളർ കോഡ് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിന്. അങ്ങനെ അന്നയും അന്നയുടെ വരുവാണ് കേട്ടോ. ഇപ്പോഴാണ് അന്ന ഞങ്ങളെ ഒന്ന് കാണുന്നത് തന്നെ. നമ്മൾ അന്നേരം സംസാരിക്കാനൊന്നും പറ്റിയില്ല, കാരണം അവർ തിരക്കാണ്. ഇനി റിസപ്ഷൻ നടക്കുന്ന ഹോട്ടലിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ജോവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, വേറൊരു ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തു. എത്ര നേരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, 10 മുതൽ 15 മിനിറ്റ് വരെയാണ് കാണിച്ചത്. പക്ഷേ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ ടാക്സിക്കകത്ത് പൈസ കൂടുന്നതല്ലാതെ 10 മിനിറ്റും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുന്ന ലക്ഷണമൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് കേട്ടോ. അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ അന്നയുടെയും ജയുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഒരു വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറീസ് ആണല്ലോ, എന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ
ശരിക്കും നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു വെഡ്ഡിങ് എല്ലാം കേട്ടോ. കാരണം നമ്മൾ ഏത് ടേബിളിൽ ഇരിക്കണം അതൊക്കെ പേര് സഹിതം ലിസ്റ്റൊക്കെ ആക്കി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ബോർഡ് പോലൊക്കെ ആക്കിയിട്ട്. പിന്നെ വന്ന എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു കേട്ടോ. വെറുതെ വരുന്നു, വെഡ്ഡിങ് അറ്റൻഡ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് പോകുന്നു, അങ്ങനൊന്നുമല്ല. എല്ലാവരും ഞങ്ങളെ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നതിന് മുന്നേ ഓരോ പാർട്ട് ഇടുന്നു. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഏതാണെന്ന് പറയുന്നവർക്ക് കുറച്ച് സമ്മാനമൊക്കെ ഉണ്ട്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ക്ലാപ്പ് ചെയ്യുക, ഒരു സൗണ്ടൊക്കെ ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഫസ്റ്റ് ടൈം നമുക്ക് ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇതെന്താണ് സംഭവം എന്നറിയത്തില്ലല്ലോ. ഇവരെ സംബന്ധിച്ച് പിന്നെ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നാണ് മെയിൻ. അവർ ഹാപ്പി ആകുക, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ ഹാപ്പി ആക്കുക. കാരണം നമുക്കൊരു ബോറടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ശരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം അറ്റൻഡ് ചെയ്തൊരു വെഡ്ഡിങ് ആണിത് കേട്ടോ. ഞാൻ വിചാരിച്ചു റിസപ്ഷന് കുറേ ആൾക്കാർ കാണുമായിരിക്കുമെന്ന്. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും അഞ്ജുവാണ് അവിടെ മലയാളികളായിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ചമ്മലാണല്ലോ പൊതുവെ ഇങ്ങനെയൊക്കെ പോയി ഡാൻസ് ചെയ്യാനും ഒക്കെ. പക്ഷേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അതിലുപരി ഒരുപാട് സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ അവൾ ആ സെലക്ട് ചെയ്ത ആൾക്കാരിൽ ഒരാളാവാൻ എനിക്കും അഞ്ജുവിനും പറ്റിയല്ലോ. അപ്പം ഞങ്ങളത് ഓർത്തല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ശരിക്കും നമ്മുടെ ഈ കുഞ്ഞു ലൈഫിൽ ഇതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ. ഇങ്ങനെ ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജു അതിനകത്ത് ബെസ്റ്റ് വിഷസ് എഴുതിയിട്ട് ഒരു നൂല് പോലെ എന്തോ അതിനകത്ത് ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കണമെന്ന് അവർ പറഞ്ഞു. അത് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ബെസ്റ്റ് വിഷസ് എഴുതി ഞങ്ങളുടെ രണ്ടുപേരും പേരെഴുതി നീ അവിടെ പോയി ക്ലിപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അഞ്ജു അവിടെ പോയി അത് ക്ലിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഓരോ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെല്ലാം പോയി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ കേക്ക് കട്ടിംഗ് ആണ് നടക്കുന്നത്. 2 കേക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഈ വീഡിയോയുടെ ക്ലാരിറ്റിക്ക് എന്തോ വ്യത്യാസം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു, ഷെയർ ചെയ്തു. പിന്നെ വൈൻ വെച്ചിട്ടുള്ള എന്തോ ഒരു ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ വൈൻ സെറിമണി അവിടെ നടന്നു. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഓരോ ടേബിളിലിരിക്കുന്ന ആൾക്കാരെ ഫോട്ടോയ്ക്ക് വിളിച്ചിട്ട് അവർക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് മെഡ് കെയറിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ വേറെ ടേബിളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അഞ്ജുവൊക്കെ പോയി ഫോട്ടോ എടുത്തു. അന്നേരം അന്നയോട് ഒത്തിരി നേരം ഒന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കര ബിസിയും ടയേർഡൊക്കെ ആയിട്ട് ഇരിക്കുവാണല്ലോ. ഗിഫ്റ്റൊന്നും അന്നേരം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അവരപ്പോൾ ഓരോ ആക്ഷൻ പറയുവാണെങ്കിൽ അതുപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കും അഞ്ജുവിനും ചമ്മലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബൊഫേ ആയിരുന്നു കേട്ടോ. അവിടുന്ന് പോയി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ്. നൂഡിൽസ്, ബിരിയാണി, തണ്ണിമത്തൻ അല്ലാത്ത ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ജെയ്യും അന്നയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോയി ബൈ ഒക്കെ പറഞ്ഞ് അവർ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇനിയും പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങ് ഇറങ്ങി. അങ്ങനെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ 2 വഴിക്ക് പോയി കേട്ടോ. 3 മണിയൊക്കെ ഏകദേശം ആയപ്പോഴത്തേക്കും ഞാൻ ADCB എത്തിയായിരുന്നു. പിന്നെ ബസ്സിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ ഓർത്തു നടന്നു പോയാലോ എന്ന് വരെ വിചാരിച്ചു കേട്ടോ. കാരണം അച്ചാച്ചൻ ഓൾറെഡി ഡ്യൂട്ടിക്ക് കയറി എസ്തറിനെ അടുത്ത വീട്ടിലാക്കിയേക്കുവാണ് കേട്ടോ. വെയിൽ കൊണ്ട് നിന്ന് തളർന്നു പോയി. ഒടുക്കം ബസ് കിട്ടി. കരാമ സെൻ്ററിൻ്റെ അവിടെ ഞാൻ ഇറങ്ങി കേട്ടോ. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യാഞ്ഞുകൊണ്ട് ഒരു ചായ വാങ്ങി കുടിച്ചു. പിന്നെ സ്നാക്സും വാങ്ങിച്ചു. എസ്തറിനൊരു ബിരിയാണി. കാരണം ഞാൻ കല്യാണത്തിന് പോയി ബിരിയാണി കഴിക്കാൻ പോയതാണെന്ന് അച്ചാച്ചൻ പറഞ്ഞപ്പോൾ അവൾക്ക് ബിരിയാണി വേണമെന്ന്. അങ്ങനെ കീർത്തിയിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്ന വൺ ഓഫ് ദ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഹാപ്പിയായി ഇന്നത്തെ എൻ്റെ ദിവസം. കാരണം ഞാനും അഞ്ജു ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വെഡ്ഡിങ്ങാണ്. 5 വർഷത്തിന് ശേഷം അന്നയെ കാണുന്നതാണ്. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ഉള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന് കേട്ടോ. ഞാനും അഞ്ജും കുറേ ഹാപ്പിയായി. ഒരുമിച്ച് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഡ്യൂട്ടിയൊക്കെ മാറിയിട്ടൊന്ന് സ്ട്രെസ് ഫ്രീ ആകാനൊക്കെ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ലവ് യു ഓൾ. ബൈ ബൈ. സീ യു ഇൻ അനദർ വീഡിയോ.